السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الله. അഭിനന്ദനായ ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ മുഹമ്മദ് നബി ഉസ്താദ് അവർകൾ, ആദരണീയനായ നമ്മുടെ ഡോക്ടർ അബ്ദുൽ സമദ് സമദാനി സാഹിബ്, ആദരണീയനായ ഉസ്താദ് മുസ്തഫ ഫൈസി അവർകൾ, ശ്രീ എ സജീവൻ, പ്രിയപ്പെട്ട മുനീർ ഹുദവി വിളയിൽ, ഡോക്ടർ സുഹൈൽ ഹിദായ ഹുദവി, പ്രിയപ്പെട്ട അബൂബക്കർ ഹുദവി കരുവാരക്കുണ്ട്, ഹാരിസ്, അസ്ലം, മറ്റ് ഇവിടെ കൂടിയ പ്രിയ യുവ പണ്ഡിത സുഹൃത്തുക്കളെ, സഹോദരന്മാർ, ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ ഉസ്താദ് അവരുടെ വിശുദ്ധ ഖുർആൻ പാരായണം, അതിൻ്റെ പ്രത്യേക ആൻഡ്രോയിഡ് പതിപ്പ്, അത് പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്നിപ്പോൾ ഇവിടെ അതിൻ്റെ ലോഞ്ച് നിർവഹിക്കപ്പെട്ടിരിക്കുകയാണല്ലോ. മുൻകാലങ്ങളിൽ പുസ്തകങ്ങളിലൂടെ ആയിരുന്നു, ഗ്രന്ഥങ്ങളിലൂടെ ആയിരുന്നു നമ്മൾ ഖുർആനായാലും വിവർത്തനങ്ങളായാലും മറ്റേത് പുസ്തകങ്ങളായാലും നമ്മൾ പഠിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പുസ്തകങ്ങൾ കൊണ്ട് നടക്കേണ്ടതായ ഒരു പ്രയാസം ഇന്നത്തെ കാലത്ത് ഇല്ല എന്നുള്ളതാണ്. അത്രക്കേറെ നമ്മുടെ ആൻഡ്രോയിഡ് വികസിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എവിടേക്കും എപ്പോഴും കൈകളിൽ കൊണ്ട് നടക്കാവുന്ന വിധത്തിൽ വിജ്ഞാനത്തിൻ്റെ പ്രപഞ്ചത്തെ തന്നെ നമുക്ക് കൊണ്ട് നടക്കുവാൻ കഴിയുന്നുണ്ട്. മുമ്പ് കാര്യങ്ങളൊക്കെ മനസ്സിൽ സൂക്ഷിച്ചാൽ മതിയായിരുന്നു. ഇന്നിപ്പോൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ കൈകളിൽ സൂക്ഷിക്കാനുള്ള സംവിധാനമാണ് ശാസ്ത്രം നമുക്ക് നൽകിയിട്ടുള്ളത്. അതേത് നിമിഷവും നമ്മുടെ ദൃശ്യപഥത്തിൽ അത് നമുക്ക് എത്തിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ്. മനസ്സിൽ സൂക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ദൃശ്യപഥത്തിലേക്ക് അങ്ങനെ നമുക്ക് പല കാര്യങ്ങളും കൊണ്ടുവരാൻ കഴിയുകയില്ല. എന്നാൽ ആൻഡ്രോയിഡുകളിൽ നമുക്ക് കൈകളിൽ സൂക്ഷിക്കുമ്പോൾ ആ കയ്യിൽ നിന്നും നമുക്ക് നമ്മുടെ ദൃശ്യപഥത്തിലേക്ക് കൊണ്ടുവരാനും അത് കൂടുതൽ സ്പഷ്ടമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ നമുക്ക് കഴിയുകയാണ്. അപ്പോൾ ഖുർആനിൻ്റെ വ്യാഖ്യാന മേഖലയിലും അത് നമുക്ക് വലിയ തരത്തിലുള്ള സഹായകരമായി മാറിയിരിക്കുകയാണ്. നബി ഉസ്താദ് അവരുടെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പുറത്തിറക്കപ്പെട്ട ഖുർആൻ പരിഭാഷ, അതൊട്ടേറെ പ്രതികൾ വാല്യങ്ങൾ തന്നെ ഇറക്കപ്പെടുകയുണ്ടായി എന്ന് നമുക്കറിയാം. ഇപ്പോഴത് ആപ്പിലൂടെ കൂടുതൽ ആളുകളിലേക്ക് അത് എത്തിക്കുവാൻ കഴിയുകയാണ്. ഖുർആൻ ഏറെ ചർച്ചാ വിഷയവും അതിലുപരിയായിട്ട് ഖുർആൻ ഏറെ ആശ്രയിക്കപ്പെടേണ്ടതുമാണ് എന്ന് പുതിയ കാലഘട്ടം തെളിയിക്കുകയാണ്. ഖുർആൻ്റെ പഠനത്തിന് അല്ലെങ്കിൽ ഖുർആൻ്റെ വീക്ഷണങ്ങൾക്ക് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെയും പിൻബലം അത്രമാത്രം വലുതാണ്. ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾക്ക് പോലും ആധികാരികത ഉണ്ടാകണമെങ്കിൽ തദനുസൃതമായിട്ടുള്ള പരാമർശങ്ങൾ പരിശുദ്ധ ഖുർആനിലൂടെ കാണുമ്പോൾ അത് ശാസ്ത്ര ലോകത്തിന് കൗതുകം മാത്രമല്ല, അത് ആശ്വാസം കൂടിയാണ്. കാരണം ദൈവികമായ ഒരു അസ്തിത്വമാണ്, ദൈവികമായൊരു സർട്ടിഫിക്കേഷനാണ് പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളിലൂടെ സമൂഹത്തിന് ലഭിക്കുന്നത്. ശാസ്ത്രം തന്നെ ഖുർആൻ്റെ ഒരു വ്യാഖ്യാനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് ശാസ്ത്രം പറഞ്ഞത് ദൈവമില്ല, ദൈവം വേണ്ട, ശാസ്ത്രം മതി എന്നൊക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് ശാസ്ത്രത്തിന് തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ പരിശുദ്ധ ഖുർആനിൻ്റെ പിൻബലം അനിവാര്യമായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ദൈവത്തിൻ്റെ അസ്തിത്വമാണ്, സൃഷ്ടാവിൻ്റെ അസ്തിത്വമാണ് അത് സൂചിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും എന്ന് മാത്രമല്ല, ഏത് ഇഞ്ചിലും ഖുർആനിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നു. മനുഷ്യൻ, മറ്റ് ജീവജാലങ്ങൾ, പ്രകൃതി, മനുഷ്യജീവിതത്തിലെ തന്നെ സംഭവവികാസങ്ങൾ, പ്രകൃതി ജീവിതത്തിലെ സംഭവവികാസങ്ങൾ, മനുഷ്യൻ്റെ തന്നെ
രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളിൽ, വാണിജ്യപരമായിട്ടുള്ള, വ്യാവസായികമായിട്ടുള്ള, ഭരണപരമായിട്ടുള്ള, ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം അതിനൊക്കെ തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായ മാർഗദർശനം ലഭിക്കുന്നു. നേരത്തെ ഇവിടെ ഹാരിസ് പറഞ്ഞതുപോലെ ഗൈഡൻസ് ലഭിക്കുന്നു. ഖുർആൻ ഹുദ ആണല്ലോ, ആ ഗൈഡൻസ് ലഭിക്കുകയാണ്. ഖുർആനിൽ പലപ്പോഴും കടലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കടൽ യാത്രകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കപ്പലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നൂഹ് നബിയുടെ കപ്പൽ ഒരു വലിയ ഉദാഹരണമായി പരിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് മനുഷ്യ ജീവിതത്തിന്റെ സുരക്ഷിതത്വത്തെ കുറിച്ചാണ്. ഒരു കപ്പൽ എന്ന് പറയുമ്പോൾ ഒരു യാത്രാ മാർഗം മാത്രമല്ല, യാത്രയുടെ ഒരു സംഭവം മാത്രമല്ല, അത് മനുഷ്യ ജീവിതത്തിന്റെ സുരക്ഷയ്ക്ക് അതിനുള്ള ഒരു സൂചകമായിട്ട് അതിനെ നമുക്ക് കാണുവാൻ കഴിയും. നൂഹ് നബിന്റെ കപ്പൽ, ആ കപ്പലിൽ കയറിയവർ രക്ഷപ്പെടുന്നു എന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. ഇന്നും കടലും കപ്പലും ഏറെ പ്രസക്തമാണ്. ഇന്നിപ്പോൾ അമേരിക്ക, ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഈ കൊമ്പ് കോർക്കുന്ന സന്ദർഭത്തില് ഒരു ചെറിയ കപ്പൽ ചാലിനുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ഹോർമൂസ് കടലിടുക്ക് എന്നുള്ളത് അത്ര വലിയ വീതിയുള്ള കടലൊന്നുമല്ല. കപ്പലുകൾക്ക് കടന്നു പോകാൻ കഴിയുന്നു, പക്ഷെ ആ കപ്പലുകൾ ലോകത്തെ ഒന്നിപ്പിക്കുകയാണ്. ആ വീതി, ഹോർമൂസ് കടലിടുക്ക്, അത് ലോകത്തെ ഒന്നിപ്പിക്കുകയാണ്. അമേരിക്കയ്ക്ക് എല്ലാം ഉണ്ടല്ലോ, എല്ലാ ശക്തിയുണ്ട്, എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഹോർമൂസ് അടക്കുമ്പോൾ അവർക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കും എത്താൻ പറ്റുന്നില്ല, ചരക്ക് ഗതാഗതം കഴിയുന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് പോലും പരിശുദ്ധ ഖുർആൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മനുഷ്യന് നൽകിയിട്ടുള്ള കാഴ്ചപ്പാടുകൾ അത് ഓരോ മേഖലയിലും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അത് പുതിയ തലമുറക്ക്, കാരണം പുതിയ തലമുറ ഇപ്പോൾ പേപ്പർ വായിക്കില്ല, പുസ്തകങ്ങൾ വായിക്കുന്നില്ല, ഇപ്പൊ TV പോലും അവർ കാണുന്നില്ല. പിന്നെ പുതിയ തലമുറക്ക് അവരുടെ കയ്യിലുള്ള മൊബൈലാണ് അവരുടെ ഏറ്റവും വലിയ സുഹൃത്ത്. അപ്പൊ ആ മൊബൈൽ ഹിദായത്തിന്റെ മാർഗത്തിൽ അവർക്ക് മാർഗദർശനം നൽകാൻ തീർച്ചയായിട്ടും ആ മൊബൈലിലൂടെ ഉദ്ദേശിക്കുന്നവർക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല ഒരു തരത്തിലുള്ള ഒരു പഠന മേഖലയാണ് ഇപ്പോൾ ബഹാവുദ്ദീൻ ഉസ്താദ് അവരുടെ ഖുർആൻ പരിഭാഷയുടെ ഈ ലോഞ്ചിങ്ങിലൂടെ നമുക്ക് സാധ്യമാകുന്നത്. അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നേരത്തെ നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ ഒരുപാട് മേഖലയിലൂടെ നമുക്ക് സഞ്ചരിക്കുവാൻ കഴിയും. ഇതിന് നേതൃത്വം നൽകിയ ഉസ്താദ് അവർകൾ, അദ്ദേഹത്തെ സഹായിച്ച ഹാദിയ ടീം, നമ്മുടെ ഹുദവി ടീം, ബുക്ക് പ്ലസ്, അവരെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ച് നിർവഹിക്കുന്നു. വഖറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.